പിറവത്ത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. തറമറ്റത്തിൽ ബേബിയാണ് ഭാര്യ സ്മിതയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. മക്കളായ ശ്വേത, അന്ന എന്നിവരെയും ബേബി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് അദ്ദേഹത്തെ ഇത്തരമൊരു കൊടും ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്? ശ്രീകാന്ത്, എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ പോലീസ് വിലയിരുത്തുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ അതോ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരമാണോ ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്ന് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും പിറവത്ത് ന്യൂ ഇയറിന്റെ തലേന്ന്, പുതുവർഷത്തിന്റെ തലേ ദിവസം ദാരുണമായ സംഭവം നടന്നിരിക്കുന്നു. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ജീവനൊടുക്കി. കക്കാട് നെടിയാനിക്കുഴി തറമറ്റത്തിൽ ബേബിയാണ് പുലർച്ചെയോടെ ഭാര്യ സ്മിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. ഇവരുടെ 2 പെൺമക്കൾക്കും വെട്ടേറ്റിട്ടുണ്ട്. അന്ന, ശ്വേത എന്നിവർക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായ പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു പെൺകുട്ടി വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ ഇഴഞ്ഞ് പുറത്തിറങ്ങി നാട്ടുകാരെ വിവരമറിയിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് നാട്ടുകാരറിയുന്നത്. തുടർന്നാണ് നാട്ടുകാർ ഇടപെട്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും പോലീസിനെ വിവരമറിയിക്കുന്നതും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ബേബി മുൻപും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ആ വഴിക്കും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുണ്ടായിരുന്നോ എന്നതടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമേ ആയിട്ടുള്ളൂ ഈ സംഭവം നടന്നിട്ട്. അതിനാൽ തന്നെ വിശദമായ പരിശോധനകളും അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഈ കൊലപാതകത്തിനും അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ കൊലപ്പെടുത്തുന്നതിനും പിന്നിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടോ അതോ കുടുംബപരമായ പ്രശ്നങ്ങളാണോ എന്നതടക്കം ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതേസമയം നാട്ടുകാർ പറയുന്ന ഒരു കാര്യം, മുൻപും ബേബി ഇതുപോലെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആത്മഹത്യാക്കുറിപ്പ് പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകൂ. എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബേബിയുടെ ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് അത് പരിശോധിക്കുകയാണ്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.